പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ നാളെ എന്ന നമ്മുടെ ജ്യോതിഷ പ്രോഗ്രാമാണ്. നിങ്ങളുടെ നാളെ 1200 കന്നിമാസം 11-ാം തീയതി, അതായത് 2024 സെപ്റ്റംബർ 27-ാം തീയതി ശുക്രവാരം വെള്ളിയാഴ്ചത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:17 അസ്തമയം വൈകിട്ട് 6:14 വെള്ളിയാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കിന്ന് പരിചിതമാണ്. 10:30 മുതൽ 12 മണി വരെയുള്ള സമയം. പ്രാദേശിക സൂര്യോദയപ്രകാരം രാഹുകാലം 10:47 മുതൽ 12:17 വരെയുള്ള സമയമായി നാം സ്വീകരിക്കേണ്ടതാണ്. നാളത്തെ നക്ഷത്രം പൂയം നക്ഷത്രമാകുന്നു. പൂയം ശുഭകാര്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന നക്ഷത്രമാകുന്നു. എങ്കിലും കറുത്തപക്ഷത്തെ പൂയം അത്ര ശുഭകരമായി കാണാറില്ല. നാളെ കറുത്തപക്ഷത്തിലെ ദശമി തിഥിയാകുന്നു. ചന്ദ്രൻ ദുർബലമായി വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കറുത്തപക്ഷത്തിലെ പൂയം നക്ഷത്രത്തിൽ ഒരു കുട്ടി ജനിച്ചാൽ പൂയത്തിൽ കാലുണ്ട് എന്ന് പറഞ്ഞ് അത് ആർക്കെല്ലാം ദോഷങ്ങളുണ്ടാക്കുമെന്ന ചിന്ത സജീവമായിരുന്നു. അതിനാൽ നാളത്തെ ദിനം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ശുഭമായ മുഹൂർത്തങ്ങളൊന്നും ലഭിക്കില്ല. അമാവാസി വരെ നാളെ ഉച്ചയ്ക്ക് 1:30 വരെ ദശമി തിഥിയാകുന്നു. 1:30 കഴിഞ്ഞാൽ കറുത്തപക്ഷത്തിലെ ഏകാദശി തിഥിയാകുന്നു. കറുത്തപക്ഷത്തിലെ ഏകാദശി വളരെ വിശേഷപ്പെട്ട ദിനമാകുന്നു കൃഷ്ണ ഭക്തർക്ക്. അതിനാൽ ഏകാദശി വ്രതമെടുക്കാൻ നാളെ വൈകിട്ട് വളരെ അനുകൂലമായ ദിവസമാണ്. മറ്റന്നാൾ കറുത്തപക്ഷത്തിലെ ഏകാദശി ഉച്ചയ്ക്ക് 2:30 മണി വരെയുണ്ട്. അതിനാൽ പ്രിയപ്പെട്ട കൃഷ്ണഭക്തർക്ക് നാളെ ഏകാദശി വ്രതമെടുക്കണം. നാളത്തെ ശുഭമുഹൂർത്തങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉച്ചയ്ക്ക് 2:10 മുതൽ 3:40 വരെയുള്ള സമയം എല്ലാ ശുഭകാര്യങ്ങൾക്കുമായി വിനിയോഗിക്കാവുന്നതാണ്. നാളെ നിങ്ങൾക്ക് വളരെ അനുകൂലമായി പ്രാർത്ഥിക്കുവാൻ പൂയം നക്ഷത്രമാകയാൽ ശനീശ്വര പ്രീതിക്ക് ഉതകുന്ന ഏത് മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ്. ശനീശ്വരൻ്റെ മന്ത്രമാകുന്നു ഓം ശം ശനീശ്വരായ നമഃ എന്ന മൂലമന്ത്രം. അതേ രീതിയിൽ നവഗ്രഹത്തിൽ ശനിയുടെ പ്രാർത്ഥന നിങ്ങൾക്ക് സുപരിചിതമാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനൈശ്ചരം എന്ന പ്രാർത്ഥന നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. പൂയം നക്ഷത്രക്കാർ ശനിയാഴ്ച ദിവസങ്ങളിലൊക്കെ ശനീശ്വരനെ പാവങ്ങൾക്ക് അന്നദാനം ചെയ്യുന്നത് വളരെ ഗുണകരമാണ്. അതേ രീതിയിൽ ഹനുമാൻ ക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യുന്നത് വളരെ ഗുണമാണ്. ഓം ഹം ഹനുമതേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി ഹനുമാൻ സ്വാമിക്ക് പ്രിയപ്പെട്ട അവൽ നിവേദ്യം, ദോഷങ്ങൾ അകറ്റാൻ ഗത ഒപ്പിക്കൽ, അവിടെ ശ്രീരാമസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണുവിന് പാൽപ്പായസം സമർപ്പിക്കുന്നതും വളരെ അനുകൂലമാണ്. കാരണം പൂയം നക്ഷത്രക്കാർക്ക് ഇന്ന് അഷ്ടമ ശനിയാണ്. 8-ാം ഭാവത്തിൽ ശനി അങ്ങേയറ്റം ദുർബലമായി നിൽക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ല നാളെ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.